അപ്പോൾ നമുക്ക് മധുബാനി ഡിസൈൻ ഒരു പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഏറ്റവും ആദ്യം തന്നെ ഞാനൊരു ഔട്ട്ലൈൻ പോലെ ഞാനൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് നമ്മൾ 4 സൈഡും ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ 2 വര വീതം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, 4 സൈഡിലും പ്ലെയിൻ ആയിട്ട്. ചിലവരൊക്കെ ഇതിൻ്റെ അകത്ത് കുറേ ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഔട്ട്ലൈൻ പോലെയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതാകുമ്പോഴത്തേക്ക് നല്ലൊരു ഭംഗി, കളറൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് നല്ലതായിരിക്കും കാണാൻ വേണ്ടി. പക്ഷേ നമ്മൾ പ്ലെയിൻ ആയിട്ട് ഒരു ബോക്സ് പോലെ നമ്മളൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കാണെന്നുണ്ടെങ്കിൽ റഫായിട്ടൊരു ഇമേജ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു പീക്കോക്കിൻ്റെ ഇമേജാണ് കേട്ടോ എടുത്തേക്കുന്നത്. നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് നല്ല നല്ല ഇമേജസ്, പിക്ചേഴ്സും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പക്ഷേ നമ്മളത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വരയ്ക്കാനും കളറിങ്ങും പെയിൻറ്റിങ്ങും ഒക്കെ അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈസി ആയിരിക്കും. പക്ഷേ ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് കുറേ ഇമേജസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ഞാൻ നോക്കിയപ്പം ഒരുപാട് സമയം വേണം. അതേപോലെ തന്നെ കുറച്ചും കൂടെയൊക്കെ നല്ല രീതിയിലൊക്കെ വരച്ചെടുത്തെങ്കിലായിരിക്കും അത് അത്രത്തോളം നമ്മൾ ആ ഒരു കണ്ട രീതിയിലോട്ട് നമുക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഉള്ള ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു റഫ് പോലെ നമ്മളൊന്ന് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ ഡിസൈൻസും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ആദ്യം തന്നെ ഞാനാണെങ്കിൽ റഫായിട്ട് നമ്മളൊരു പീക്കോക്കിനെയും അതേപോലെ തന്നെ ചെറിയൊരു മരത്തിനകത്ത് ഇരിക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തു കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ ഡിസൈൻസ് ചെയ്തു കൊടുക്കാം. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ചെറിയ ചെറിയ ഡിസൈൻസും അതേപോലെ തന്നെ ഒരുപാട് കളേഴ്സും. അപ്പോൾ ചെറിയ ഡിസൈനകത്ത് എങ്ങനെ ഇങ്ങനെ കളർ ചെയ്യും എന്നുള്ളൊരു ഇതെനിക്കുണ്ട്, കുളമാകുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട്. എങ്കിലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ ഈ ഒരു മരം പോലെ ചെയ്തതിൻ്റെ ഇടയ്ക്ക് നമുക്കിങ്ങനെ ചെറിയ ചെറിയ ഇതേപോലത്തെ ഒരു ഡിസൈനും കൂടെ ചെയ്ത് കൊടുക്കാം. ഇത് ഞാനാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3-4-5 എണ്ണം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഒരു റഫായിട്ട് നമ്മൾ വരച്ച ഒരു ഇമേജ് എന്ന് വെച്ചാൽ. ഇനി നമുക്കാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഡിസൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനാണെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ്, നമ്മളിതിനകത്ത് നോക്കിയാൽ കാണും ചെറിയ ചെറിയ ഡിസൈൻസുകൾ തന്നെയാണ് കാണുന്നത്. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് നമുക്ക് ചെറിയ രീതിയിൽ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്ത് കളർ ചെയ്ത് വരുമ്പോഴത്തേക്ക് എത്രത്തോളം പെർഫെക്റ്റ് ആകും ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളാണെങ്കിൽ ചെറിയ രീതിയിൽ നമ്മൾ അതിൻ്റെ നെക്കിലും ആ ഒരു എന്താ പറയുക അതിൻ്റെ മൊത്തത്തിൽ നമ്മളൊന്ന് ചെറിയ ചെറിയ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഏറ്റവും വലിയ ടാസ്ക് എന്ന് വെച്ചാൽ ഇതിനകത്ത് കളറിങ് ആണ് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് കാണാൻ വേണ്ടി പറ്റും. ഞാൻ ഇതിനകത്ത് ഏറ്റവും സിമ്പിൾ എടുത്തെങ്കിലും എനിക്ക് വേറെ കുറേ നല്ല നല്ല ഇമേജസ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം അതാ ചൂസ് ചെയ്ത് വെച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഡിസൈനും കാര്യങ്ങളൊക്കെ ദേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കളറിങ് ചെയ്യാം കേട്ടോ. കളറിങ് ഞാൻ വാട്ടർ കളർ എടുത്തേക്കുന്നത്. ഈ ഒരു കളർ തന്നെയാണോ ഇതിന് ചൂസ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിവിടെ എടുത്തേക്കുന്നത് വാട്ടർ കളറാണ് കേട്ടോ. എന്നിട്ട് ചില കളേഴ്സൊന്നും എനിക്ക് ഇല്ലാത്തത് കൊണ്ട് ചിലത് ഞാൻ അങ്ങോട്ട് നമ്മൾ ആ ഒരു ഇമേജിൽ നിന്നും പലതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ചില കളറൊക്കെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്കാണെന്നുണ്ടെങ്കിൽ ഇനി പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാനാണെന്നുണ്ടെങ്കിൽ പെയിൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ ഒരു ഡിസൈനകത്തൊക്കെ എങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളാണെന്നുണ്ടെങ്കിൽ എന്നാൽ നമുക്കങ്ങ് ചെയ്യാമെന്ന് ഉള്ള രീതിയിൽ ഞാനാണെങ്കിൽ കുറച്ച് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് എത്രത്തോളം ഇതാകുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഒരുപാട് സിമ്പിളായിട്ട് തന്നെ വരച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. പക്ഷേ എന്തോ ഞാനാണെങ്കിൽ ഇതിലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ലേഡിയുടെ ഒക്കെ നമുക്കിങ്ങനെ ഒരുപാട് കാണാൻ പറ്റും. ഇങ്ങനെ ഒരു ലേഡി ഇങ്ങനെ നല്ലപോലെ ഒരുങ്ങി പൂവൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഇമേജ് ഉണ്ടായിരുന്നു. ഒരു റെഡ് സാരിയൊക്കെ എടുത്ത് എനിക്കതായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഞാൻ അത് ആദ്യം സെലക്ട് ചെയ്ത് വെച്ചതും. പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ അത് ഒത്തിരി എന്ന് വെച്ചാൽ കുറച്ച് പല ഷെയ്ഡും കാര്യങ്ങളും പിന്നെ ചെറിയ ചെറിയ ഡിസൈനും ഒക്കെ വന്നപ്പോഴത്തേക്ക് അതിനകത്തൊരു പെയിൻറ്റിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളൊരു രീതിയിൽ ഞാനത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഫുള്ളായിട്ട് പെയിൻറ്റിങ് ചെയ്തിട്ടുള്ള മധുബാനി ഡിസൈൻ എന്ന് വെച്ചാൽ. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ കുളമായോ എന്ന് ചോദിച്ചാൽ പ്രതീക്ഷിച്ചതുപോലെ കുളമൊന്നും ആയിട്ടില്ല. അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്ക് ഇനി ഇതിനകത്ത് ചെറുതായിട്ടൊന്ന് ഒരു വൈറ്റ് കളറിൽ ഒരു ഡിസൈനും കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം
അതും കൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ കാണാനും ഒക്കെ നല്ല രസമായിരിക്കും. അപ്പം നമുക്ക് അതും കൂടെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇതിനകത്ത് ആ ഒരു വൈറ്റ് കളറിൻ്റെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഈ ഒരു ഫുള്ള് ഡിസൈനിനകത്ത് ഞാൻ കളറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ആ ഒരു ബ്ലൂ പോർഷനിലും ഒക്കെ നമുക്ക് ചെറിയൊരു വൈറ്റിൻ്റെ ഇതായിട്ടുള്ള ചെറിയൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള കളേഴ്സ് പലതും എനിക്ക് കിട്ടാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കളറ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വ്യത്യാസവും കാര്യമൊക്കെ ഇതിനകത്ത്. അപ്പോൾ ഇതാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള മധുബാനി ഡിസൈൻ എന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വൈറ്റ് പെൻ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ഡിസൈൻ എന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലൂടെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കണമെന്ന്. അപ്പോൾ ഇതാണ് നമ്മൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ആരും മടിക്കേണ്ട കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുള്ളായിട്ടുള്ള ഇമേജ് എന്ന് വെച്ചാൽ, നേരത്തേക്കാളും ഈ ഒരു വൈറ്റിൻ്റെ ഡോട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ.